മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടി പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഓരോ ദിവസവും നമുക്ക് ദൈവം തന്നിരിക്കുന്നത് കർത്താവിനെ സ്തുതിക്കാനും അതോടൊപ്പം തന്നെ കർത്താവിന് വേണ്ടി നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ഇടങ്ങളിൽ ജോലി ചെയ്യാനും വേണ്ടി കൂടിയാണ്. അതിന് ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. വളരെ പ്രത്യേകിച്ച് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കാരണം വചനം ഉടലെടുത്തത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ നിന്നാണ്, അല്ലേ? ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനമായിരുന്നു അത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം കാരണം പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഒന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സഹായത്തോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മാധ്യസ്ഥ സഹായം നമ്മളിൽ ഉണ്ടാകട്ടെ. കാരണം വചനം കൂടുതൽ കാര്യം ഗൗരവത്തോടു കൂടി ഗ്രഹിക്കാനുള്ള ശക്തി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ വലിയ ഇടപെടൽ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഹൃദയത്തെയും പരിശുദ്ധാത്മ പ്രകാശിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം വായിക്കുമ്പോഴേക്കും വിചിന്തനം ചെയ്യുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക നിയോഗം നമുക്ക് വെക്കാം. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും, അത് നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ തന്നെ, പ്രത്യേകിച്ച് ഈ ടെൻഷൻ, ഓവർ ടെൻഷൻ, അതിപ്പോൾ വലിയൊരു പ്രശ്നമാണ്. ഓവർ ടെൻഷൻ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സമർപ്പിക്കാം. അത് നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പരിചയത്തിൽ ആരെങ്കിലോ. അപ്പോൾ ഞാനിത് പറയുമ്പോഴേക്കും എനിക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഒരു ശുശ്രൂഷയിലൂടെ വലിയൊരു സൗഖ്യം അവർക്ക് നൽകപ്പെടട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രവിക്കാൻ പ്രിയമുള്ളവരെ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. രണ്ട് വചനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ രണ്ട് വചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ചു നേരം വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നാമത്തെ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യമാണ്. രണ്ടാമത്തേത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യമാണ്. ഇപ്പം ഈ രണ്ട് വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാം വാക്യം. വചനം ഇങ്ങനെയാണ്: അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഇതാണ് ഒന്നാമത്തെ വചനം, മത്തായി
6:34. രണ്ടാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. അതിങ്ങനെയാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വചനം രണ്ടും വളരെ വ്യക്തമാണ്, അല്ലേ? നമ്മൾ ആദ്യം വായിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:34 പറയുന്നത് ആകുലതപ്പെടേണ്ട, ടെൻഷൻ എന്ന് പറയാം, ആകുലപ്പെടേണ്ട. യോഹന്നാൻ 16:20 പറയുന്നത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോഴേക്കും ഒന്നാമത്തേത് ആകുലപ്പെടേണ്ട, രണ്ടാമത്തേത് സങ്കടപ്പെടേണ്ട. എൻ്റെ പ്രിയമുള്ളവർ, ഈ ഒരു ചിന്ത അച്ഛൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള കാര്യം, പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. ഒന്ന് ആകുലത. നാളെക്കുറിച്ചുള്ള ആകുലത എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആകുലത എന്ന വാക്കിനേക്കാൾ ഉപരി ടെൻഷൻ, അതാണ് ഇത്തിരി നല്ല വാക്ക്. കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടെൻഷനാണ്, ഫുൾ ടെൻഷനാണ്. അപ്പോൾ മത്തായിയുടെ ഈ 6:34 പറയുന്നത് ടെൻഷൻ ഒഴിവാക്കാനാണ് യേശു പറയുക. ടെൻഷൻ, ആകുലപ്പെടേണ്ട. നാളത്തേയുടെ ആകുല മതി. നമ്മളിവിടെ ആകുലം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം എന്താകും എന്നതിനെ കുറിച്ച് ആകുലപ്പെടുന്നതേ. അല്ലെങ്കിൽ ദൈവം അന്ന് എന്ത് ചെയ്യും, അന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2, 3, 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്. അത്രത്തോളം നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലും അറിയത്തില്ല, പക്ഷെ എങ്കിലും ടെൻഷനാ. യേശു പറയും നാളത്തെ ടെൻഷൻ മതി. പിന്നെ എന്തിനാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നോർത്ത് നമ്മളുടെ ടെൻഷനാണ്. രണ്ടാമത്തെ കാര്യം ഇത്തിരി ഫാസ്റ്റായിട്ട് പറയാം. രണ്ടാമത്തെ യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം പറയും, എന്തിനാ സങ്കടപ്പെടേണ്ട. സങ്കടം എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, അല്ലേ? എന്തിനാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്? അപ്പോഴേക്കും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് കഴിഞ്ഞ കാലവും ഒന്ന് വരാൻ പോകുന്ന കാലവുമാണ്. സങ്കടം കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ളതാണ്. ആകുലത, ടെൻഷൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള. ഇത് രണ്ടും കൂടി രണ്ട് സൈഡിൽ നിന്നിങ്ങനെ നമ്മളെ ഞെരുക്കിയിട്ട് പ്രസൻറ്റ് ലൈഫ്, ഇപ്പോഴത്തെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ സമ്മതിക്കണില്ല. നമുക്കൊന്ന് ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് പലപ്പോഴും ജീവിക്കാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ മനസ്സിൽ കാണുന്ന ഒരു കാഴ്ച ചിന്തയ്ക്ക് കാരണമാകുന്നത് ചിലപ്പോൾ അത് ഇത്തിരി അസ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. ചില മാനസിക സമ്മർദ്ദമുള്ള ചിലരെ റോട്ടിലൊക്കെ വെച്ച് കാണുമ്പോഴേക്കും ചിന്തിക്കും, അവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ അറിയാം. അല്ലെങ്കിലും അവരുടെ മാനസികമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങൾ കാരണം അവരൊക്കെ നമ്മളെന്താ പറയുക, അവരുടെ ഒരു ഓർഡിനറി ലൈഫ് അവരുടെ പോയി. അവർ ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്, അല്ലേ? അവർക്കൊരു ആകുലതയും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, അല്ലെങ്കിൽ സങ്കടവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല. ദേ ആർ വെരി ഹാപ്പി. അവരങ്ങനെ ഒരു ഒഴുക്കിനങ്ങനെ അവർക്കൊരു ആകുലതയും ഇല്ല, അവരങ്ങനെ ജീവിച്ചു പോകുന്നു. ദൈവം സൃഷ്ടിച്ചതിൽ വെച്ച് എല്ലാ ക്രീച്ചേഴ്സും എല്ലാ സൃഷ്ട വസ്തുക്കളും എടുത്താൽ മനുഷ്യർ മാത്രമാണ് ഇതേപോലെ ടെൻഷൻ അടിക്കുന്നതും ഇതേപോലെ സങ്കടപ്പെടുന്നതും. ഒരു കാര്യമില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ വചനം മത്തായിയുടെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷത്തിലെ 2 വാക്യങ്ങൾ വായിക്കാൻ എടുത്തു പറയാനുള്ള കാരണം, ഇപ്പോൾ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല പലരെയും ഈ 2 കാരണങ്ങളും. യേശുദാസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്, നിങ്ങൾ എന്തിനാ വല്ലാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഇത്രയും വേണ്ടി സങ്കടപ്പെടുന്നത് എന്തിനാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴത്തെ ജീവിതം നിങ്ങളുടെ നശിപ്പിച്ച് കളയുന്നത്. ഇത് രണ്ടും സൈക്കോളജിസ്റ്റ് പറയുന്നത് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളിൽ 99% നടക്കില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? അതുകൊണ്ട് നമ്മൾ വചനം പറയുമ്പോൾ നമുക്കിവിടെ നിന്ന് വളരെ ഫ്രീ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ അത് കേൾക്കുന്നവരായി നിങ്ങൾ ഈ വചനം ഒന്ന് നിങ്ങളുടെ
തലയിൽ ബുദ്ധിയിൽ മാത്രമല്ല സ്വീകരിക്കേണ്ടത്, നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? ഞാൻ ഈ സാഹചര്യത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യ ഞാൻ ഏത് സാഹചര്യത്തിലാണോ ജീവിച്ചു പോകുന്നത്, ഞാൻ ആ സാഹചര്യത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് നല്ല മലയാളം വാക്ക് 2 എണ്ണം ഉണ്ട്. അതിൻ്റെ വെർബൽ ഫോം, ക്രിയാഫോമാണ്. അതിനെ അംഗീകരിക്കുക. രണ്ടാമത്തേത് അതിനെ സ്വീകരിക്കുക. നിങ്ങൾ ഏത് തലത്തിലൂടെ നിങ്ങൾ ജീവിച്ചു പോയാലും നിങ്ങൾ ആ ജീവിച്ചു പോകുന്ന സാഹചര്യത്തെ നിങ്ങൾ അംഗീകരിക്കുക, അതിനെ നിങ്ങൾ സ്വീകരിക്കുക. അല്ലാതെ വല്ലാത്ത ടെൻഷൻ, വല്ലാത്ത സങ്കടം എന്നും പറഞ്ഞ് അപ്പുറവും ഇപ്പുറവും നിന്ന് നടുക്കിങ്ങനെ ഇരുന്ന് ഞെരുങ്ങി ജീവിക്കാൻ നമ്മൾ എത്ര നാളിങ്ങനെ ഞെരുങ്ങി ജീവിക്കും? അതുകൊണ്ടാണ് പുതിയ പഠനങ്ങൾ പറയും, അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തെ അംഗീകരിക്കുക, ആ സാഹചര്യത്തെ സ്വീകരിക്കുക. എന്നിട്ട് സന്തോഷത്തോടു കൂടി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിച്ചു പോവുക. നമുക്ക് ലൈഫ്, നമ്മുടെ ജീവിതം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ വളരെ പ്രത്യേകിച്ച് പറയുമ്പോഴേക്കും ഈ സ്ത്രീകളൊക്കെ പലപ്പോഴും ടെൻഷൻ അടിച്ച് ജീവിതം നശിപ്പിച്ച് കളയണേ. ചിലപ്പോൾ അവരുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ് എന്ന പോലെ അതിങ്ങനെ ടെൻഷൻ അവരുടെ ജീവിതത്തിന് ഭാഗമാണ്. ഞാൻ പുരുഷന്മാരെ മാറ്റി നിർത്തണമല്ല, പലപ്പോഴും സംസാരിക്കുമ്പോഴേ കണ്ടിട്ട് ഈ സ്ത്രീകൾക്കാണ് വല്ലാത്ത ടെൻഷൻ. അതിന് കാരണമുണ്ട്. കാരണം പലപ്പോഴും പല കാര്യങ്ങളും വളരെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് സ്ത്രീകൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട് അവർക്ക്. അങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തപ്പോഴായിരിക്കാം ഒരുപക്ഷെ അവർക്ക് വല്ലാത്ത ടെൻഷൻ, സങ്കടങ്ങളൊക്കെ വരുന്നു പോകുന്നത്. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ വല്ലാത്തൊരു ടെൻഷൻ ജീവിതത്തിലേക്ക് കടന്നു പോകാതിരിക്കുക. ഈ കാലയളവിൽ വെറുതെ പോകുന്ന ടെൻഷനെ വിളിച്ച് തലേ വെച്ചിട്ട്, അത് നമുക്കറിയാലോ, നമുക്ക് ടെൻഷൻ കൂടിയാൽ നമ്മുടെ ശരീരം പ്രതികരിക്കും, ഹോർമോൺസിന് ചേഞ്ചസ് ഉണ്ടാവും. ഹോർമോൺസിന് ചേഞ്ചസ് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് പല രോഗങ്ങൾ വരും. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ തലവേദന, വയറുവേദന, ആവേദന, ഈ വേദന എന്ന് പറഞ്ഞ് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് പ്രിയമുള്ള യേശു പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്ന സാഹചര്യത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുക. രണ്ടാമത്തേത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക. എന്നിട്ട് പ്രാർത്ഥനയോടുകൂടി ദൈവവിശ്വാസത്തോട്, കർത്താവേ, എനിക്കുള്ള എല്ലാ ടെൻഷനുകളും, കർത്താവേ, എനിക്കുള്ള എല്ലാ സങ്കടങ്ങളും യേശുവേ അങ്ങയുടെ അൾത്താരയിൽ, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോവുക. അക്സെപ്റ്റ് ചെയ്യുക. കർത്താവ് കൂടെ ഉണ്ടാവും, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ കർത്താവ് കൂടെ ഉണ്ടാകും, ഉണ്ടാകും, ഉണ്ടാകും. യാതൊരുവിധ സംശയമില്ലാതെ പറയാൻ പറ്റും, ഉണ്ടാകും. അതുകൊണ്ട് ആയിരിക്കുന്ന സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക. സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ, ഒരു ആപ്ലിക്കേഷൻ പോലെ, പ്രാക്ടിക്കൽ സെക്ഷൻ പോലെ പറയാനുള്ളത്, നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു അജ്ന ജോർജ് എന്ന് പറഞ്ഞ ഒരു യുവതി, 27 വയസ്സുള്ള ഒരു മരിച്ചുപോയ ഒരു പെൺകൊച്ചിനെ നമുക്കറിയാലോ. നമ്മുടെ വരാപ്പുഴ രൂപത അംഗമാണ്. ജീസസ് യൂത്തിന് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രവർത്തകയായിരുന്നു. പെൺകുട്ടിയുടെ കുറേയൊക്കെ ജീവിച്ചിരുന്ന കാലത്തുള്ള ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴേക്കും വല്ലാത്തൊരു പ്രചോദനമാണ്. 27-ാമത്തെ വയസ്സിൽ മരിച്ചു. അതിനു മുമ്പ് തന്നെ ഈ ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. വളരെ വലിയൊരു വിശ്വാസിയാണ് പെൺകൊച്ച്. ചെറുപ്പം മുതലേ യേശുവിൽ ശക്തമായിട്ട് വിശ്വസിച്ച് വളർന്നു വന്ന, ജീസസ് യൂത്തിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന, കോളേജിൽ ഗസ്റ്റായിട്ട് പഠിപ്പിക്കാനായിട്ട് കയറി, വളരെ നല്ലൊരു ഭാവി ഉണ്ടായിരുന്ന ഒരു പെൺകൊച്ച്, വളരെ ബ്രൈറ്റായിട്ടൊരു പെൺകൊച്ച്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിക്ക് രോഗം വന്ന് 27-ാമത്തെ വയസ്സിൽ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷേ ആ വാർത്തകളിൽ തിളങ്ങിയിട്ടുള്ള കാര്യം, ഈ പെൺകുട്ടിയെ നമ്മൾ ഇപ്പോഴും ഓർക്കാനുള്ള കാര്യം, അവൾ സന്തോഷത്തോടു കൂടിയാണ് മരണപ്പെട്ടത്. മരണത്തിലേക്ക് ആ പെൺകുട്ടി നടന്നു നീങ്ങിയത് വളരെ സന്തോഷത്തോടെയായിരുന്നു. ആ കുട്ടിയുടെ ചില ഇൻ്റർവ്യൂകൾ, അവളുടെ സംസാരങ്ങൾ ഒക്കെ, സെൽഫി എടുത്ത കുറേ ഫോട്ടോകൾ
നമുക്ക് കാണാൻ പറ്റും. നമ്മൾ യൂട്യൂബിൽ കയറി അജിന ജോർജ് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടിക്കോളും. എന്ത് സന്തോഷമായിരുന്നു ആ പെൺകുച്ചിന്. മരണത്തോട് മല്ലിടിയാണ്, മരിക്കുമെന്ന് ഉറപ്പാണ്. എങ്കിൽ പോലും യാതൊരുവിധ ടെൻഷനോ യാതൊരുവിധ സങ്കടമോ ആ പെൺകൊച്ചിനില്ലായിരുന്നു. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ആ കുട്ടി ഒരു വിശ്വാസിയായിരുന്നു. പല കാരണങ്ങൾ പലർക്കും പറയാനുണ്ടാവും. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള കാരണം, ആ പെൺകൊച്ചിന് സങ്കടങ്ങളില്ലാതെയും അല്ലെങ്കിൽ ആകുലതകളില്ലാതെയും ആ കുട്ടിയെ പിടിച്ചു നിർത്തിയത് ആ കുട്ടി എല്ലാ ദിവസവും കൈക്കൊണ്ടിരുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലൊന്ന് കുറിച്ചിടേണ്ടതാണ്. എന്ത്? നിങ്ങളുടെ ആകുലതകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളെ ഞെരുക്കുന്നതിൽ ഓർക്കുക, അതെല്ലാം കർത്താവിന് ഇട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങൾ ബലപ്പെടുത്തിക്കോളും, കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിക്കോളും. അതിന് ഇന്നത്തെ വചനം നിങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്നീ കേട്ട വചനത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റട്ടെ എന്ന്. സർവശക്തനായ ദൈവമേ, അങ്ങയോടും വളരെ പ്രത്യേകിച്ച് ഞങ്ങളിലേക്ക് സ്വർഗീയ അമ്മയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ യൗസപിതാവിൻ്റെ ശക്തമായ സംരക്ഷണത്താലുള്ള മാധ്യസ്ഥവും എല്ലാ സ്വർഗീയവാസികളും എല്ലാ വിശുദ്ധരും മാലാഖമാരും ഞങ്ങൾ പ്രത്യേകം സഹായം അപേക്ഷിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ നാമത്തിലുള്ള വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ, അതുപോലെ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൻ്റെ മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥൻ, അവരെല്ലാവരും പ്രത്യേകമായ സഹായവും മാധ്യസ്ഥ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളിന്ന് വചനത്തിൽ കേട്ട് മനസ്സിലാക്കിയതുപോലെ എല്ലാം കർത്താവിൽ സമർപ്പിച്ച് ജീവിക്കാൻ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ അക്സെപ്റ്റ് ചെയ്തിട്ടുകൊണ്ട് അതിനെ അംഗീകരിച്ച് അതിനെ സ്വീകരിച്ച് കർത്താവിൽ സമർപ്പിച്ച് ജീവിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ. അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി
അറിയുന്നു നാഥ. എല്ലാം ഉപേക്ഷിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഒന്നു മാത്രം അനശ്വരമായി ദൈവസ്നേഹമെന്നും ആർക്കും അനുഭവമായി. നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകിൽ എന്തോരത്ഭുതം. അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകേ എന്തോരത്ഭുതം. ക്രൂശുയാഗം മനതാരിൽ പകരുന്നു ജ്ഞാനം. അങ്ങേഹിതം പുൽകുന്നു ഞങ്ങൾ, അങ്ങേഹിതം പുൽകുന്നു. ദൈവസ്നേഹമെന്നുമെന്നും അനുഗ്രഹമായി സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവിൻ്റെ ആശീർവാദം നമ്മളെ ശക്തിപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. നമ്മൾ ഇന്നേ ദിവസം ആരംഭിക്കുമ്പോൾ ഈ ഒരു ആശീർവാദം അത് നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം കർത്താവിൻ്റെ ഒരു ആശീർവാദം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസ തലത്തിൽ അത് വലിയൊരു ശക്തിയാണ്. മറ്റുള്ളവർക്ക് ഭോക്ഷത്വമായിട്ട് തോന്നുമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആശീർവാദം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശക്തിയാണ്. നമ്മളുടെ പരിശുദ്ധ പിതാവിൻ്റെയും അതുപോലെ തന്നെ എല്ലാ കാർഡിനാൾമാർ, എല്ലാ മെത്രാന്മാർ, എല്ലാ വൈദികർ, സന്യാസികൾ, എല്ലാ അൽമായ കൂട്ടായ്മയുടെയും വലിയൊരു കൃപയാൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നമുക്ക് ആശീർവാദം സ്വീകരിക്കുക. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ.
അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് ഗുഡ്നസ് ടി വിയിലൂടെ നമ്മൾ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം, ബലപ്പെടാം. പ്രത്യേകിച്ച് മരിയം കൂടാരത്തെ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വളരെയധികം വിശ്വാസികളും പ്രേക്ഷിതരുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ബലപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അതിന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.